വിഴിഞ്ഞത്ത് നിന്നും കൊച്ചിയിലേക്ക് പോയ കപ്പൽ അപകടത്തിൽപ്പെട്ടു. അതിനുശേഷം കണ്ടെയ്നറുകൾ കടലിലേക്ക് പതിഞ്ഞു. അതിൽ ഉണ്ടായിരുന്നത് അപകടകരമായിട്ടുള്ള ഹാനികരമായിട്ടുള്ള വസ്തുക്കൾ ആണ് എന്ന അറിയിപ്പാണ് ഇപ്പോൾ വരുന്നത്. മറൈൻ ഗ്യാസ് ഓയിലും വെരിലോ സൾഫർ ഫ്യൂവൽ ഓയിലും ആയിരുന്നു ചോർന്നത് എന്ന വിവരമാണ് അറിയുന്നത്. ആ കപ്പലിന്റെ ദൃശ്യമാണ് ഇപ്പോൾ നമ്മൾ കാണിക്കുന്നത്. അപകടത്തിൽപ്പെട്ട കപ്പലാണ് കാണുന്നത്. 38 നോട്ടിക്കൽ മൈൽ അകലെ അറബിക്കടലിലാണ് ഈ സംഭവം ഉണ്ടായത്, അപകടമുണ്ടായത്. അതിനുശേഷം കടലിലേക്ക് പതിച്ച വസ്തുക്കൾ പ്രകാരമാണെങ്കിൽ അത് നമുക്ക് വിനാശകരമായിട്ടുള്ള വസ്തുക്കൾ തന്നെയാണ്. അപ്പോൾ എല്ലാവരും ജാഗ്രത പാലിക്കണം. ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും വസ്തുക്കൾ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ ഒരു തരത്തിലും അതിനടുത്തേക്ക് പോവുകയോ തൊടുകയോ ചെയ്യരുത് എന്നാണ് ദുരന്ത നിവാരണ അതോറിറ്റി നമ്മെ അറിയിക്കുന്നത്. അത് കൃത്യതയോടുകൂടി നമ്മൾ പാലിക്കുകയും എന്തെങ്കിലും സംശയങ്ങൾ ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ 112 വീണ്ടും ഓർമ്മിപ്പിക്കുന്നു 112 എന്ന നമ്പറിലേക്ക് വിളിച്ച് കൃത്യമായ കാര്യങ്ങൾ അവരെ അറിയിക്കണമെന്ന അറിയിപ്പാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഒരു തരത്തിലും പാനിക്കാകേണ്ട, നമ്മൾ ആശങ്കപ്പെടേണ്ട, ജാഗ്രത പാലിക്കുക. ഇപ്പോൾ ഇതിൻ്റെ ഒഴുക്ക് വടക്കൻ കേരളത്തിലേക്കാണ്, വടക്കൻ തീരപ്രദേശത്തേക്ക് ആണ് എന്നാണ് ഇപ്പോൾ അറിയിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആ പ്രദേശത്തേക്കുള്ള ആളുകൾ, അവിടെയുള്ള തീരദേശവാസികൾ, മത്സ്യത്തൊഴിലാളികളൊക്കെ തന്നെ ശ്രദ്ധ പുലർത്തണം എന്ന അറിയിപ്പ് കൂടി വരുന്നുണ്ട്. അനന്തനിലേക്ക്. അനന്തൻ, ഏറ്റവും പുതിയ അപ്ഡേറ്റ്, എക്സാക്ട് ഏത് ഇടത്തായിരുന്നു ഈ അപകടം സംഭവിച്ചത്? ഏറ്റവും വളരെ പ്രധാനപ്പെട്ട കാര്യം, അതിനുള്ള ജീവനക്കാർ എത്രത്തോളം ആളുകൾ ഉണ്ടായിരുന്നു, അവരുടെ സുരക്ഷ സംബന്ധിച്ചും അവരെ കൃത്യമായി ട്രാക്ക് ചെയ്ത് അവരിലേക്ക് എത്താൻ കോസ്റ്റ് ഗാർഡിനൊക്കെ കഴിഞ്ഞിട്ടുണ്ടോ? പിന്നീട് സ്പ്രെഡ് ചെയ്യപ്പെടുന്ന രാസവസ്തുക്കളെ കുറിച്ച് കൂടി. പ്രജീഷ്, വലിയ ഒരു അപകടമാണ് നമ്മുടെ തീരമേഖലയിൽ സംഭവിച്ചിരിക്കുന്നത്, കടലിൽ സംഭവിച്ചിരിക്കുന്നത്. വിഴിഞ്ഞത്ത് നിന്ന് കൊച്ചിയിലേക്ക് പോയ ചരക്ക് കപ്പൽ അപകടത്തിൽപ്പെട്ടു. ആ കപ്പലിൽ നിന്ന് മറൈൻ ഗ്യാസ് ഓയിൽ അടക്കം ഉള്ള ഇന്ധനങ്ങളടങ്ങിയ കണ്ടെയ്നറുകൾ, നിരവധി കണ്ടെയ്നറുകൾ കടലിലേക്ക് പതിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വലിയ ഒരു അപകടത്തിൻ്റെ മുൻപിൽ തന്നെയാണ് ഇപ്പോൾ കേരളത്തിൻ്റെ തീരദേശ മേഖല ഉള്ളത്. ഈ കണ്ടെയ്നറുകളിലെല്ലാം മറൈൻ ഗ്യാസ് ഓയിലും സൾഫർ കണ്ടന്റുള്ള മറൈൻ ഇന്ധനങ്ങളും ഒപ്പം തന്നെ ഹൈ ഡെൻസിറ്റി ഡീസലുമാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അല്ലെങ്കിൽ ഇത് ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് പ്രകൃതിയിലും മറ്റ് ജീവജാലങ്ങൾക്കും ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് വലിയ തോതിലായിരിക്കും എന്നുള്ള കാര്യമാണ് വിദഗ്ധരും പങ്കുവയ്ക്കുന്നത്. ഇത് പെട്രോളിയം ഉൽപ്പന്നങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇതിന് പല രീതിയിലുള്ള, പല മാനങ്ങളിലുള്ള ദോഷവശങ്ങൾ ഉണ്ട് എന്നുള്ളത് നമുക്ക് ആദ്യം തന്നെ പരിശോധിക്കുമ്പോൾ വ്യക്തമാകുന്നുണ്ട്. മാത്രമല്ല ഇതിൻ്റെ എണ്ണപ്പാടകൾ കടലിൽ രൂപപ്പെടും. അതിന് തീ പിടിക്കാനുള്ള സാധ്യത കൂടി ഉണ്ട്. കാരണം ഇത് അത്രയും ചൂട് പുറത്തേക്ക് വിടുന്ന വസ്തുക്കളാണ്. അതിനൊപ്പം തന്നെ ഇത് ശരീരത്തിൽ പൊള്ളലേൽപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഇന്ധനങ്ങളാണ്. അതിനൊപ്പം വലിയ തോതിൽ കടലിൻ്റെ എക്കോസിസ്റ്റത്തെ ബാധിക്കും, തീരദേശത്തെ എക്കോസിസ്റ്റത്തെയൊക്കെ ബാധിക്കും. അപ്പോൾ ഈ നമ്മുടെ കടൽ തീരത്ത് സംഭവിച്ചിരിക്കുന്ന അപകടത്തിൻ്റെ ഇമ്പാക്റ്റ് നമ്മളുടെ പരിസ്ഥിതിക്കും ഒപ്പം തന്നെ ജനങ്ങൾക്കും ഉണ്ടാക്കാൻ പോകുന്ന ദോഷഫലങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് വരും മണിക്കൂറുകൾ അറിയാൻ കഴിയും. ഒപ്പം തന്നെ ഇത്രയധികം കണ്ടെയ്നറുകൾ, ഈ ഇന്ധനമടങ്ങിയ കണ്ടെയ്നറുകൾ കടലിൽ വീണ് കഴിയുമ്പോൾ അതിനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യാൻ പോകുന്നത് എന്നുള്ളതും നമുക്കിനി നോക്കിക്കാണേണ്ടതുണ്ട്. കാരണം പ്രജീഷ് സൂചിപ്പിച്ചതുപോലെ ഈ കപ്പലിൽ 24 ജീവനക്കാരാണ് ഉണ്ടായിരുന്നത്. അതിൽ 9 പേരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ബാക്കി 15 പേരെ രക്ഷപ്പെടുത്താനുള്ള തീവ്ര ശ്രമമാണ് കോസ്റ്റ് ഗാർഡ് നടത്തുന്നത്. ആ ശ്രമം തുടരുന്നു എന്നുള്ളതല്ലാതെ അതിനപ്പുറം പുതിയ വിവരങ്ങളൊന്നും കോസ്റ്റ് ഗാർഡിൽ നിന്ന് നിലവിൽ ലഭിച്ചിട്ടില്ല. അവരെ രക്ഷപ്പെടുത്തിയെന്നോ അതല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, നിലവിൽ ലഭിച്ച സന്ദേശത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ കപ്പലിനുള്ളിലേക്ക് കോസ്റ്റ് ഗാർഡിന് എത്താൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. അതിനു പകരം ആ കപ്പലിന് ചുറ്റുമൊക്കെ ഈ രക്ഷപ്പെടാനുള്ള സംവിധാനങ്ങൾ അവർ എയർക്രാഫ്റ്റ് വഴി ഇട്ടുകൊടുത്തിട്ടുണ്ട് എന്നുള്ള വിവരമാണ് വരുന്നത്. ഈ മാപ്പിൽ കാണുന്നത് പോലെ ഈ മേഖലയിലാണ്, ഈ കൊച്ചിക്കും ആലപ്പുഴയ്ക്കും ഒക്കെ ഭാഗത്തുള്ള അറബിക്കടലിൻ്റെ ഈ ഭാഗത്താണ് കപ്പലുള്ളത്. ആ കപ്പൽ വന്നത് ഇന്നലെ വിഴിഞ്ഞം പോർട്ടിൽ നിന്നാണ് ആ കപ്പൽ യാത്ര പുറപ്പെട്ടത്. ഈ കപ്പൽ ഇന്ന് എത്തിയേണ്ടിയിരുന്നത് മെയ് 24 4:30, അതായത് 4:30 എത്തേണ്ട കപ്പലായിരുന്നു അല്ലേ? തീർച്ചയായിട്ടും അത് ഇന്ന് 4:30 കൊച്ചി പോർട്ടിൽ എത്തേണ്ട കപ്പലായിരുന്നു. ഇന്നലെ വിഴിഞ്ഞത്ത് നിന്ന് യാത്ര തിരിച്ചതാണ്. അത് ഏതാണ്ട് 38 നോട്ടിക്കൽ മൈൽ അകലെ സൗത്ത് വെസ്റ്റ് ഭാഗത്ത്, കൊച്ചിയിൽ നിന്നുള്ള ഭാഗത്ത് എത്തുമ്പോൾ ഏതാണ്ട് 1:30 ഒരു അപായ മുന്നറിയിപ്പ് നമ്മുടെ കോസ്റ്റ് ഗാർഡിന് ലഭിക്കുന്നത്. ആ ഘട്ടത്തിൽ കപ്പൽ അപകടത്തിൽപ്പെട്ടു, വേണം എന്നുള്ളൊരു അറിയിപ്പാണ് കപ്പലിൽ നിന്ന് ലഭിച്ചത്. ഉടൻ തന്നെ കോസ്റ്റ് ഗാർഡ് അവിടേക്ക് പുറപ്പെട്ടു. കോസ്റ്റ് ഗാർഡ് എത്തിയ ശേഷമാണ് അതിൻ്റെ അപകടത്തിൻ്റെ വ്യാപ്തി വ്യക്തമാകുന്നത്. വലിയ തോതിൽ കണ്ടെയ്നറുകൾ പുറത്തേക്ക് പോയി എന്നുള്ളത്, അതിൽ അപകടകരമായ സബ്സ്റ്റൻസുകൾ ഉണ്ട് എന്നുള്ള വിവരമാണ് ആദ്യം പങ്കുവെച്ചത്. ഈ വിവരം മനസ്സിലായ ഉടൻ തന്നെ കോസ്റ്റ് ഗാർഡ് നമ്മളുടെ സംസ്ഥാനത്തിൻ്റെ ദുരന്ത നിവാരണ അതോറിറ്റിയെ അറിയിക്കുകയായിരുന്നു. അവരപ്പോൾ തന്നെ ആദ്യഘട്ടത്തിൽ എന്താണ് ഈ കണ്ടെയ്നറിൽ ഉള്ളത് എന്നുള്ള കാര്യം വ്യക്തമായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ നമുക്കത് വ്യക്തമാകുന്നുണ്ട്, മറൈൻ ഗ്യാസ് ഓയിലാണ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ തീരദേശത്തുള്ളവർ കർശനമായ ജാഗ്രത പുലർത്തണം. ഇത് ഒരു വളരെ സ്വാഭാവികമായും നമ്മുടെ നാട്ടുകാർക്ക് അല്ലെങ്കിൽ നമ്മുടെ ജനങ്ങൾക്കൊക്കെ ഉള്ള ഒരു കൗതുകം ഉണ്ടാകും. ഇത് അറിയുന്ന പാടെ
നമ്മുടെ കടൽ തീരത്തേക്ക് ഇത്തരമൊരു കണ്ടെയ്നർ വരുന്നുണ്ടോ അല്ലെങ്കിൽ എണ്ണപ്പാട രൂപപ്പെട്ടിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി പോകാനുള്ള സാധ്യത ഉണ്ട്. പ്രത്യേകിച്ച് മൊബൈൽ ഫോൺ ഉപയോഗിച്ച് നമ്മൾ ഒരുപാട് ഷൂട്ട് ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ ഗൗരവം മുന്നിലെടുത്തുകൊണ്ട് ദുരന്ത നിവാരണ അതോറിറ്റി സെക്രട്ടറി തന്നെ ഒരു വോയിസ് ക്ലിപ്പ് ആദ്യം തന്നെ ഇട്ടത്. അത്ര വേഗത്തിൽ ഈ സന്ദേശം പടരാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും ഇതിൻ്റെ രസം നുകരാനോ അതല്ലെങ്കിൽ മൊബൈലിൽ പകർത്താനോ ഒക്കെയുള്ള ഉദ്ദേശത്തോടെ കടൽ തീരത്തേക്ക് ആരും പോകരുത്. ഇത് കടൽ തീരത്ത് അടിഞ്ഞാൽ വലിയ അപകടമാണ് ഉണ്ടാകുന്നത്. ഇതിൻ്റെ അടുത്ത് പോയാൽ ജീവഹാനി വരെ സംഭവിക്കാവുന്ന സബ്സ്റ്റൻസുകളാണ്, അത്തരം ഇന്ധനമാണ് ഈ കണ്ടെയ്നറുകളിൽ ഉള്ളത്. ഈ കണ്ടെയ്നറുകളിൽ ചിലതിന് ഇപ്പോൾ തന്നെ ലീക്കേജ് ഉണ്ട് എന്നുള്ള വിവരമാണ് വരുന്നത്. അതുകൊണ്ട് കടലിൽ ഇത് പരന്നിട്ടുണ്ടാകാം. അത് കലർന്നിട്ടുള്ള തിരകൾ നമ്മുടെ തീരദേശത്തേക്ക് വരുന്നുണ്ടാകാം. അത് പ്രത്യേക നിറവ്യത്യാസത്തോടു കൂടിയുള്ള പാടകളായി രൂപപ്പെട്ടിട്ടുണ്ടാകാം. അപ്പോൾ അത് കണ്ട് കൗതുകം പൂണ്ട് ആരും ആ ഭാഗത്തേക്ക് പോകരുത്. പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകുന്നവർ ഉണ്ടെങ്കിൽ അവരുടെ ശ്രദ്ധയിലും ഇത്തരം കണ്ടെയ്നറുകൾ ശ്രദ്ധയിൽപ്പെടാനുള്ള സാധ്യതയുണ്ട്. അവരെ കൂടി മുൻകൂട്ടി അവർക്ക് റേഡിയോ സന്ദേശങ്ങളൊക്കെ ദുരന്ത നിവാരണ അതോറിറ്റി നൽകിയിട്ടുണ്ട്. കാരണം നേരത്തെയൊക്കെ ഇത്തരം അപൂർവമായ സംഗതികൾ കടലിൽ ഒഴുകി നടക്കുന്നത് കണ്ടാൽ നമ്മുടെ മത്സ്യത്തൊഴിലാളികൾ അത് ബോട്ടിൽ കെട്ടിവലിച്ചൊക്കെ കൊണ്ടുവരുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊന്നും ഒരു ശ്രമവും മത്സ്യത്തൊഴിലാളികളുടെ ഭാഗത്ത് നിന്ന് ഈ കാര്യത്തിൽ ഉണ്ടാകരുത് എന്നുള്ള മുന്നറിയിപ്പാണ് നൽകുന്നത്. അതുപോലെ തന്നെ വിനോദസഞ്ചാരികൾ, നമ്മളുടെ ഇത് വെക്കേഷൻ കാലമാണ്. എല്ലാ ദിവസവും നമ്മുടെ തീരദേശത്തെ ബീച്ചുകളിലൊക്കെ വലിയ തോതിൽ നൂറുകണക്കിന് ആൾക്കാർ എത്തുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ പ്രത്യേകിച്ച് വടക്കൻ മലബാറിലേക്കുള്ള അല്ലെങ്കിൽ വടക്കൻ കേരളത്തിലേക്കുള്ള ബീച്ചുകളിലൊക്കെ അത്തരം മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. അവിടെയാണ് ഇത് കൂടുതൽ വരാനുള്ള സാധ്യതയുള്ളത്. പക്ഷേ മറ്റൊരു സാധ്യത കൂടി ദുരന്ത നിവാരണ അതോറിറ്റി പറയുന്നുണ്ട്. ഇത് തെക്ക് ഭാഗത്തേക്ക് ഒഴുകി പോവുകയാണെങ്കിൽ നമ്മളുടെ തീരത്തിന് വലിയ അപകടമില്ല എന്നുള്ളതാണ്. അങ്ങനെ ഒഴുകി പോകട്ടെ എന്ന് ആശ്വസിക്കാം. പക്ഷേ ഒഴുകി പോയാൽ പോലും ഈ ഇന്ധനം ഇത്രത്തോളം ഇന്ധനം കടലിൽ കലർന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ മത്സ്യസമ്പത്തിനെയൊക്കെ എങ്ങനെ ബാധിക്കും? നാളെ മുതൽ നമ്മളുടെ ഭാവിയിൽ നമ്മുടെ മത്സ്യബന്ധനത്തിന് പോകുന്ന മീൻപിടുത്തക്കാരെ എങ്ങനെ ബാധിക്കും? അവരുടെ പ്രവർത്തനം എങ്ങനെയായിരിക്കും? അവർക്ക് ഇനി പ്രത്യേകമായ നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ടോ? ഇത് മത്സ്യസമ്പത്തിനെ ബാധിക്കുമോ എന്നൊക്കെയുള്ള കാര്യം ഇനി വരും മണിക്കൂറുകളിൽ വിദഗ്ധർ അതിനെക്കുറിച്ച് പറയേണ്ടതാണ്. നിലവിൽ ഒരു അറിയിപ്പ് ദുരന്ത നിവാരണ അതോറിറ്റി നമ്മളുടെ സംസ്ഥാന തീരദേശങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. ഒരു കാരണവശാലും അപൂർവമായ അറിയിപ്പ് അനന്തൻ നൽകിയത്, അതിന്റെ വിവരങ്ങൾ നൽകിയത്.